ജീവിതം ഒരുപാട് രഹസ്യങ്ങൾ പലപ്പോഴും ഒളിപ്പിച്ചു വെക്കുമെന്ന് പറയാറുണ്ട്. ഒരുപാട് നിഗൂഢതകൾ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും വരാറുണ്ട്. നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുമുണ്ട്. നമുക്കിപ്പോൾ പുതിയൊരു ഞെട്ടിക്കുന്നൊരു വാർത്ത ഇന്നലെ രാത്രിയോടുകൂടി നമ്മളെല്ലാവരും കണ്ടു. അത് നമ്മളെല്ലാവരും എഴുതിയ ഒരുപാട് കാലത്തെ പ്രയത്നത്തിൻ്റെ ഒടുവിൽ നമ്മൾ എക്സാമൊക്കെ എഴുതിയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടൊരു ആശ്വാസത്തിലിരിക്കുകയായിരുന്നു യു ജി സി നെറ്റ് എക്സാം അല്ലേ. ആ എക്സാം ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഒരു നെട്ടലിലാണ് പലപ്പോഴും നമ്മൾ പല ആളുകളും എന്നെ തന്നെ പേഴ്സണലി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോകണം. ഓരോ കുട്ടികളും ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. അത്രയും പ്രയാസകരമായൊരു സിറ്റുവേഷൻ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായി എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. ഈ എക്സാം നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഏജൻസി NTA ഇതിൽ കൃത്യമായിട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ നടത്തിയാലും ശരി, ഇത്തരം എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവേണ്ട കൃത്യമായിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റിയിൽ വ്യാപകമായ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് 10 ലക്ഷത്തിലേറെ ആളുകൾ, ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 രൂപയെങ്കിലും അവർ എക്സ്പെൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ എക്സാമിന് പോകാനും എക്സാമിൽ നിന്ന് തിരിച്ചു വരാനും അതുപോലെ തന്നെ അതിനുവേണ്ടി ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കും, അതുപോലെ ഓരോരുത്തരുടെയും ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ഹവേഴ്സെങ്കിലും ഓരോരുത്തരുടേതും വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ത്യയിൽ എത്ര ആളുകളാണ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ബേസിക്കലി ഇതിനു വേണ്ടി മാത്രമായിട്ട് ചിലവായത്. ഒരുപാട് മണിക്കൂറുകളുടെ സമയവും നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമാണ്, എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ അവസരത്തിനനുസരിച്ച് എന്താണോ സാഹചര്യം ഉണ്ടാകുന്നത് ആ സാഹചര്യത്തിനനുസരിച്ച് അതിനെ ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ടും അതിൽ നിന്ന് ബെനിഫിറ്റ് നേടാൻ കഴിയുന്ന ആളുകൾക്ക് ആത്യന്തികമായിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരൊറ്റ കാര്യം എല്ലാവരും പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഓൾറെഡി മനസ്സിലാക്കിയതുപോലെ UGC NTA നെറ്റ് എക്സാം നമ്മുടെ മുന്നിൽ 18-ാം തീയതി കഴിഞ്ഞത് ഒരു മോക്ക് ടെസ്റ്റ് പോലെ കാണാനാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കൊരു മുഴുനീള മോക്ക് ടെസ്റ്റ് നമ്മുടെ മുന്നിൽ കിട്ടി എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അടുത്തൊരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കണം. ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഓൾറെഡി ഇനി ഒരിക്കലും എക്സാം എഴുതില്ല. എനിക്കറിയാം നിങ്ങളുടെ പ്രയാസം എന്ന് പറയുന്നത് പല ആളുകളും, എന്നെ തന്നെ പേഴ്സണലി കോൾ ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ അത്രയും പ്രതീക്ഷിച്ച് 4-5 തവണ എക്സാം എഴുതിയിട്ട് പരാജയപ്പെട്ട് ഇപ്പോൾ അവസാനം 6ാമത്തെയൊക്കെ അറ്റംപ്റ്റിലാണ് എന്തായാലും നെറ്റ് ഓർ JRF കിട്ടുന്ന ഉറപ്പിച്ച ഒരു സമയത്ത് നല്ല ആശ്വാസത്തോടെ കിടന്നുറങ്ങുമ്പോഴാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. വേറെ കുറേ ആളുകൾ, പ്രഗ്നൻ്റ് ആയ ആളുകൾ, വേറെ കുറേ ഫാമിലി പ്രയാസങ്ങളുടെ ഇടയിൽ നിന്ന്, അതേപോലെ തന്നെ ഹോളിഡേയ്സ്, ഈദിൻ്റെ വെക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ പഠിച്ചിട്ട് അവസാനം ഈ എക്സാം ക്യാൻസൽ ചെയ്തെന്ന് പറയുന്ന ന്യൂസാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ അധ്വാനിച്ചത് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള പ്രയാസം, നിങ്ങൾ എത്രത്തോളം പഠിച്ചു, അതിനെയൊക്കെ നമ്മൾ വളരെ റെസ്പെക്റ്റോടുകൂടി കാണുകയാണ്. പക്ഷേ നമ്മുടെ മുന്നിലൊരു റിയാലിറ്റി ഇപ്പോഴും ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ യോഗ്യതാഷിപ്പ് വേണമെങ്കിൽ, അതല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ PhDയിലേക്കുള്ള അഡ്മിഷൻ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊരു റിയാലിറ്റി അവിടെയുണ്ട്. ഏജൻസി എക്സാം നടത്തിയാലും ഇനി അടുത്തൊരു എക്സാം ഏത് മോഡലിൽ വന്നാലും, ഏത് രൂപത്തിൽ എക്സാം കണ്ടക്ട് ചെയ്താലും, ഏത് ഡേറ്റിൽ കണ്ടക്ട് ചെയ്താലും നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാവുക എന്നതാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും റൈറ്റായിട്ടുള്ളൊരു ചോയ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ ആരും മാറിപ്പോകരുത്. സൈറയുടെ സിസ്റ്റവും നിങ്ങളോടൊപ്പമുണ്ട്. നെറ്റോക്സിലൂടെയും നമ്മളുടെ കൃത്യമായിട്ടുള്ള സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റികളിലൂടെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട സപ്പോർട്ട്. ഇനിയും എക്സാം എന്നാണോ ഏത് രൂപത്തിലാണോ കണ്ടക്ട് ചെയ്യുന്നത് ആ രൂപത്തിൽ എക്സാം എങ്ങനെ തന്നെ വന്നാലും ശരി, നിങ്ങൾ അത് എഴുതിയിട്ട് നിങ്ങളെ സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടിയുള്ള ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റവുമായിട്ട് തന്നെയാണ് സൈറ നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, നമ്മളുടെ ഈ ഒരു നെറ്റ് എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മളൊരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ പലരും നന്നായി എന്നൊക്കെ പറയുന്നുണ്ട്, കാരണം ഓൾറെഡി അവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഒരിക്കൽ കൂടി എക്സാം എഴുതാൻ കഴിഞ്ഞില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയൊരു അധ്യായം ഒരു ദിവാസ്വപ്നം പോലെ, എത്ര നമ്മൾ പ്രയാസപ്പെട്ടാലും അത് മാറ്റി വെക്കുക, ഒരു ദിവാസ്വപ്നം പോലെ കാണുക എന്നതല്ലാതെ ഒരു വഴി നമ്മുടെ മുന്നിലില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് നെറ്റ് അല്ലെങ്കിൽ JRF അല്ലെങ്കിൽ PhDക്കുള്ള അഡ്മിഷനൊക്കെ അത്രമേൽ ക്രൂഷ്യലാണ്, അത്രമേൽ നിർബന്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാക്രിഫൈസ് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു.
അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, നിർഭാഗ്യവശാൽ അത് സംഭവിച്ചു. എന്തായാലും ഇനിയും ഒരു എക്സാം വരും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ആ എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഈ ഒരു സംഭവം നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട പല ആളുകളും ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള സൈക്കോളജിക്കൽ ട്രോമയിലൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സ് അതല്ലെങ്കിൽ സൈറയിലെ കൗൺസിലേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ ഹാപ്പി ബ്രോയുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുക. വേണമെങ്കിൽ 2-3 ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് റെസ്യൂം ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മളുടെ റിവിഷൻ സെഷനുകളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഇന്ന് ഓൾറെഡി നമ്മൾ ഈ ഒരു കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ന്യൂസ് നമ്മുടെ മുന്നിൽ എത്തി എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ആ ആലോചനയിൽ തന്നെ ആയിരിക്കണം. ഒരിക്കലും എന്തെങ്കിലും തരത്തിലൊരു ഗുണത്തിന് വേണ്ടിയായിരിക്കും ഈ ഒരു എക്സാം ഈ ഒരു തരത്തിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും എന്നാണോ എക്സാം വരുന്നത്, ഏത് രൂപത്തിലാണോ എക്സാം വരുന്നത്, അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന മൈൻഡ് സെറ്റോടു കൂടി തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുക. ഈ ഒരു വേദനയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രയാസത്തിൻ്റെ നാളുകൾ സൈറ തീർച്ചയായും നിങ്ങളോടൊപ്പമുണ്ട്. അത് ഒരു തരത്തിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സൈറയിലെ ഡിഫറൻ്റ് ആയ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്ത് ഡൗട്ട്സുകൾ ചോദിച്ചിട്ടൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു എക്സാം NTA അല്ല, ആരടുത്ത് ഏത് തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാലും നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടാവില്ല എന്ന ഉറപ്പ് നമ്മൾ ഓരോരുത്തരുമാണ് വരുത്തേണ്ടത്. അതിനുള്ള ക്രൂഷ്യൽ സമയം ഇപ്പോഴാണ്. ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾ എടുക്കേണ്ടത് ഒരു തീരുമാനം. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിനി ഈ എക്സാം എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെടുക്കുന്ന ഏറ്റവും ഒരു പക്ഷേ നെഗറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരികയാണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള തീരുമാനം ഓൾറെഡി നമ്മൾക്കൊരു മോക്ക് ടെസ്റ്റ് പോലെ നമുക്കൊരു സെഷൻ കിട്ടി. ഇനി നമ്മളൊരു റിയൽ ടെസ്റ്റിലേക്ക് പോകുന്നു. അതിനു വേണ്ടിയുള്ള ഒരുക്കമായിരിക്കണം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എക്സാം വരും. ആ എക്സാം നമ്മൾ വിജയിക്കുകയും ചെയ്യും.